കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിച്ച് ലെങ്ത്തിന്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ 4mm സ്റ്റിച്ചിങ് നമ്മൾ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ആയിട്ടാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ബാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാണ്. സ്റ്റിച്ച് ലെങ്ത് കൂട്ടി നമ്മൾ ഇടുന്നത്. അത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ടെമ്പററി സ്റ്റിച്ചാണ്. അതായത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അഴിച്ചു കളയാൻ പറ്റുന്ന സ്റ്റിച്ചുകളിൽ ഒന്നാണ് ബാസ്റ്റിംഗ് സ്റ്റിച്ച്. അത് നമ്മൾ 4 കാര്യങ്ങൾക്കായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഫിറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. അതായത് നമ്മളൊന്ന് ടെമ്പററി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ലെയേഴ്സ്. അതായത് ഒരുപാട് ലെയേഴ്സ്, ഇപ്പോൾ ഫ്രോക്കിനൊക്കെ നമ്മൾ സ്കേർട്ടിൽ ഒരുപാട് ലെയേഴ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ബാസ്റ്റിംഗ് സ്റ്റിച്ച്. പിന്നെ മൂന്നാമത്തത് ക്രിയേറ്റിംഗ് ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാതറിംഗ് സ്കേർട്ടൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുപോലത്തെ ഗ്യാദേഴ്സ് ഉള്ള ടൈപ്പ് ഡ്രസ്സുകൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതൊന്ന് ബാസ്റ്റിംഗ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് മാർക്കിംഗ് ഫാബ്രിക്സ്. അതായത് ഫാബ്രിക്കുകളിൽ നമുക്ക് ഒരു മാർക്കിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇപ്പം മാർക്ക് ചെയ്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്റ്റിച്ച് വേണ്ടി ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കിംഗ് ആയിട്ടും ഈ ഒരു ബാസ്റ്റിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ബാസ്റ്റിംഗ് സ്റ്റിച്ച് കേൾക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് അന്തം വിട്ട് നിൽക്കണ്ട. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.